അപ്പം ഇന്ന് നിങ്ങൾക്കിന്ന് അടിപൊളി 2-3 ബീച്ചുകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു ഉച്ചയാകുന്ന സമയമായി. ഇവിടുന്ന് 25 കിലോമീറ്ററാണ് ആ മെയിനായിട്ടുള്ള ബീച്ചിലേക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറെ 2-3 അടിപൊളി ബീച്ചുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ എല്ലാവരും കാണുക. അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിഗെ എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് മൗറീഷ്യസിൻ്റെ മെയിനായിട്ടുള്ള സിറ്റിയാണ് പോർട്ട്-ലൂയിസ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 45 കിലോമീറ്റർ തള്ളിയിട്ടാണ് ഈ സെമിഗെ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ പുറപ്പെടുന്നത്. അപ്പോൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വ്യൂ പോയിൻറ്റിലേക്ക് എത്തുന്നത്. ഈ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല അതിമനോഹരമായ സ്ഥലമാണത്. ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കയറി കാണണമെങ്കിൽ നല്ല രസമായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉള്ളത്. പിന്നെ ഇവിടെ ബീച്ചിൽ തന്നെ ഇറങ്ങാനൊന്നും പറ്റില്ല, നല്ല ആഴമുള്ള സ്ഥലമായതുകൊണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ബീച്ചിലേക്കൊന്നും ഇറങ്ങാണ്ടിരിക്കുക, അതിൻ്റെ മുകളിൽ കയറി തിരിച്ച് കാണുന്ന സ്ഥലം. ബീച്ച് ക്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് വീടുകളും കടകളൊന്നും കാണാൻ പറ്റില്ല. ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മളിതിൽ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് കാണാം നമുക്ക്. അത് ഇവിടുത്തെ ആളുകളെ മെയിനായിട്ടുള്ളൊരു ഹോബിയാണ്. അപ്പോൾ കുറച്ചിട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റും ഇതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വണ്ടിയൊക്കെ നിർത്തി ഫുഡ് കഴിക്കാനും അതുപോലെ ചെറിയൊരു പാർക്കൊക്കെ കാണാൻ എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഒരു ചെറിയ കുഴപ്പമില്ല, കാണാൻ നല്ലൊരു വ്യൂ പോയിൻ്റ് ഒരു നല്ല സ്ഥലമൊക്കെയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി നമുക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ടൊന്ന് കാണാം. ക്യാപ്പ് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു അടിപൊളി ഒരു ബീച്ച് കാണാണ്ട് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി നമുക്ക് ഇതൊക്കെ വിസിറ്റ് ചെയ്യാം. ഇതും ഒരു അടിപൊളി ഒരു ഇതാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം വരുന്നുണ്ട്. മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സ്ഥലം കാണാൻ പറ്റും നമുക്ക്. അത് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ തന്നെ കാണാൻ പറ്റും നമുക്ക്. അടിപൊളി സ്ഥലമാണ്. ഇതിൽ കൂടെ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഒരു അനുഭൂതി കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹില്ല് കാണാം. അതാണ് ഈ ലിമോൺ ബീച്ചിലേക്കുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ
പിന്നെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി കാണാം. അവിടെ ഒരു ബോർഡ് കാണാൻ പറ്റും, ലിമോൺ ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ച് വേണം അവിടെ വന്ന് കഴിഞ്ഞാൽ നോക്കിയിട്ട് ആ വഴിക്ക് പോകാനായിട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ തിരിയുക. അവിടെ കഴിഞ്ഞ് 3.5 കിലോമീറ്ററാണ് പിന്നെ നമുക്ക് ലിമോൺ ബീച്ചിലേക്കുള്ള ദൂരം. അപ്പോൾ 3.5 കിലോമീറ്റർ നമ്മൾ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായൊരു ബീച്ച് കാണാൻ പറ്റും. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ബീച്ചാണ്. മൗറീഷ്യസിലെ തന്നെ പ്രധാനപ്പെട്ട ബീച്ചുകളിലൊന്നാണ് ഈ ബീച്ച്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഇതൊക്കെ കാണാൻ പറ്റും. നമുക്ക് വണ്ടി നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ പിന്നെ റൂം എടുക്കുന്നവർക്ക് ഇവിടെ റൂം എടുക്കാം. ഇവിടെ റൂം എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫോറിനേഴ്സാണ് കൂടുതലും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം റൂമും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഇവിടെ വന്ന് എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് 2-3 വഴികളൊക്കെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വഴികൾ 2-3 വഴികളുണ്ട്. അപ്പോൾ വഴികളിൽ നമ്മൾ നോക്കിയിട്ട് വേണം ഉള്ളിലേക്ക്. ചില സ്ഥലങ്ങളിലൊന്നും അവർ നമുക്ക് ഉള്ളിലേക്ക് അലോഡ് ചെയ്യില്ല. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. ഈ ബീച്ച് വന്ന് 4-5 കിലോമീറ്റർ വന്നിട്ട് ലെങ്തി ആയിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ നമ്മൾ നടന്ന് കാണാനൊക്കെ നല്ല രസമുള്ള ബീച്ചാണ്. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ ഫോറിനേഴ്സാണ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് നമുക്ക് കാണാൻ പറ്റും. ഹോട്ടലിനോട് ചേർന്നിട്ട് കുടമാതിരിയൊക്കെ ആയിട്ടുള്ളതൊക്കെ അതൊക്കെ ഫോറിനേഴ്സ് വന്നിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ റൂം എടുത്തവർക്കാണ് അതിനുള്ള ഒരു ഇതൊക്കെ കിട്ടുള്ളൂ. നമുക്ക് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ വീട്ടിൽ അവർ ആലോചിച്ച് ചെയ്യില്ല. അതും ശ്രദ്ധിച്ച് വേണം നമ്മൾ. അതുപോലെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ബോട്ടിൽ കയറിയിട്ട് നല്ല അടിപൊളി ബീച്ചാണ്. 4-5 കിലോമീറ്റർ ഏരിയയിൽ കിടക്കുന്ന ഒരു ബീച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിൽ കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിട്ട് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ അമർത്താറുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.